നമസ്കാരം. ഭുജങ്കിണി രാഗത്തിൽ ചക്രവാകത്തിൻ്റെ ജന്യമായ ഭുജങ്കിണിയിലൊരു കൃതിയുണ്ട്. രാഗം ഭുജങ്കിണി. ഇത് വളരെ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നൊരു കൃതിയാണ്. ഇത് ഞങ്ങളെ ഗുരുനാഥ പ്രൊഫസർ മാലിനി ഹരിഹരൻ, ഞങ്ങളുടെ മാലിനി അമ്മ പഠിപ്പിച്ചൊരു കൃതിയാണ്. സാധ്യകൃതിയാണ്. സാധ്യകൃതി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു പ്രത്യേക രീതിയിലൊക്കെയുള്ള പ്രയോഗവും, എന്നാൽ ലൈറ്റാണ് തന്നെ. പക്ഷെ ലൈറ്റാണെന്ന് വിചാരിച്ച് ഉമ്മ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളി പോകാനും സാധ്യതയുള്ള, അനുസ്വരം തട്ടുന്നതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ പഞ്ചമവും കേൾക്കും, ഒക്കെ കേൾക്കും. പക്ഷെ അങ്ങനെ ഒത്തിരി നോക്കാനും പറ്റത്തില്ല അതിനകത്ത്. അതായത് ചക്രവാകത്തിൻ്റെ ജന്യം സാ സരിഗമ ധനി സ, ആരോഹണം സാനിധ മഗരി സാ സരിഗമ പദനി സ. ആ പായ കൊണ്ട് ചക്രവാകത്തിൻ്റെ പാ കളഞ്ഞാൽ സരിഗമ ധനി സ സനിധ മഗരി. അതിനെ പാ ഇങ്ങോട്ടും കളയണം. സനിധ മഗരി. അവിടെയാണ് ആ പാ കളഞ്ഞിട്ട് മഗരി സ നിധ മഗരി സ സരിഗ മഗരി ഗരി സാരി സനി ധനി സരിഗ മഗരി ഗരി സരിഗ മരി ഗമ ഗമദ മദ ഗമ രിഗ സരി രിഗ സരി നി സാരി സനി ധനി സരിഗ മഗരി ഗരി സരിഗ മരി ഗമ സാമ ഗമ ഗരി ഗരി സരിഗ മദ ದ ದ ದ ದ ಮ ದ ದ ಗ ಮ ದ ದ ನಿ ಸ ದ ನಿ ದ ಮ ದ ನಿ ನಿ ದ ಮ ಗ ಮ ದ ದ ಮ ಗ ಮ ನಿ ದ ದ ಮ ಗ ಮ ದ ನಿ ಸ ದ ನಿ ದ ಗ ಮ ದ ನಿ ಸ ದ ನಿ ದ ಮ ದ ನಿ ನಿ ದ ಮ ಗ ಮ ದ ದ ಮ ಗ ರಿ ಗ ಮ ಮ ಗ ರಿ ಸ ರಿ ಗ ಗ ರಿ ಸ ಸ ರಿ ಗ ಗ ರಿ ಸ ನಿ ಸ ರಿ ರಿ ಸ ನಿ ದ ನಿ ಸ ರಿ ಗ ಮ ರಿ ಗ ಮ ಸಾ ರಿ ಗ ಮ ಗ ರಿ ಗ ರಿ ಸ ರಿ ಗ ಮ ದ ಮ ಗ ಮ ದ ನಿ ದ ದ ಧ ಧ ಧ ಧ ಧ ನಿ ಸ ದ ನಿ ದ ಮ ದ ನಿ ದ ನಿ ಸ ಸ ಸ ಸ ಸ ದ ದ ನಿ ದ ನಿ ಸ ರಿ ಸ ಸ ಸ ನಿ ದ ನಿ ಸ ರಿ ಗ ಮ ಗ ರಿ ಗ ರಿ ಸ ನಿ ದ ನಿ ಸ ಮ ಗ ರಿ ಸ ನಿ ದ ನಿ ಸ ರಿ ಗ ಮ ಗ ರಿ ಗ ರಿ ಸ ನಿ ದ ನಿ ಗ ರಿ ನಿ ಸ ನಿ ದ ನಿ ರಿ ಸ ನಿ ದ ನಿ ಸ ಸ ನಿ ದ ಮ ದ ನಿ ದ ಮ ಗ ಮ ದ ನಿ ಸ ರಿ ಗ ಮ ಗ ಗ ಗ ಗ ರಿ ರಿ ಗ ಗ ಸ ದ ರಿ ರಿ ಗ ಗ ಗ ಗ ರಿ ರಿ ಗ ಸ ದ ರಿ ರಿ ಗ ಗ ರಿ ರಿ ಸ ನಿ ದ ನಿ ಸ ರಿ ಗ ಮ ಗ ರಿ ಗ ರಿ ಸ ನಿ ದ ನಿ ಸ ರಿ ಗ ಮ ಗ ಸ ಮ ಗ ರಿ ಸ ನಿ ದ ನಿ ಸ ಗ ರಿ ರಿ ಸ ನಿ ದ ನಿ ಸ ರಿ ರಿ ಸ ನಿ ದ ನಿ ಸ ರಿ ಗ ಗ ರಿ ಸ ಸ ಸ ರಿ ಗ ಗ ರಿ ರಿ ಸ ಸ ನಿ ನಿ ದ ದ ಮ ಗ ರಿ ಗ ಮ ದ ನಿ ಸ ರಿ ಗ ಮ ಗ ಗ ಗ ಗ ರಿ ರಿ ಗ ರಿ ರಿ ಗ ಸ ಸ ರಿ ರಿ ಗ ಗ ನಿ ನಿ ಸ ಸ ರಿ ರಿ ಗ ನಿ ನಿ ಸ ಸ ರಿ ರಿ ಗ ದ ನಿ ಸ ರಿ ಗ ಮ ಗ ರಿ ಗ ರಿ ಸ ರಿ ಗ ಮ ಮ ಮ ಮ ಮ ಮ ಗ ಗ ಮ ರಿ ರಿ ಗ ಗ ಮ ಸ ಸ ರಿ ರಿ ಗ ಗ ಮ ಮ ಸ ಸ ರಿ ರಿ ಗ ಗ ಮ ಮ ಗ ಗ ರಿ ರಿ ಸ ನಿ ದ ನಿ ಸ ಮ ಗ ಸ ಗ ರಿ ನಿ ರಿ ಸ ನಿ ಸ ನಿ ದ ನಿ ದ ಮ ದ ಮ ಗ രി ಸ ರಿ ಗ ಮ ದ നി സ എന്ന് വരും. സ നി ധ മ ഗ രി സ. അതാണ് അതിൻ്റെ ഒരു സഞ്ചാരത്തിൻ്റെ രീതിയൊക്കെ. അപ്പോൾ അതിൻ്റെ പല്ലവി എങ്ങനെയാണ് വരുന്നത്? നന്ദ ബാലം വിസർജാപ്പ് കേട്ടോ. നന്ദ ബാലം ഭജര നന്ദ ബാലം നന്ദ ബാലം. ഒന്നാമത് പാടുമ്പോൾ നന്ദ ബാലം ഭജര നന്ദ ബാലം നന്ദ ബാലം ഭജര നന്ദ ബാലം. ഒന്നാമത്. രണ്ടാമത് പാടുമ്പോൾ നന്ദ പാടി വരാം. നന്ദ ബാലം ഭജര നന്ദ ബാലം നന്ദ ബാലം
ഭജരേ നന്ദബാലം. കണക്ഷൻ കൊടുക്കണം രണ്ടാമത്. നന്ദബാലം ഭജരേ നന്ദബാലം. നന്ദബാലം ഭജരേ നന്ദബാലം. നന്ദബാലം. മൂന്നാമത് പാടുമ്പോൾ നന്ദബാലം ഭജരേ നന്ദബാലം. നന്ദബാലം ഭജരേ നന്ദബാലം. നന്ദബാലം ഭജരേ നന്ദബാലം. നാലാമത്തെയാണ് കേട്ടോ. നന്ദബാലം ഭജരേ നന്ദബാലം. നന്ദബാലം ഭജരേ നന്ദബാലം. ഇതാണ് അതിൻ്റെ പല്ലവി. ചേർത്ത് പാടട്ടെ. മിശ്രജാപ്. നന്ദബാലം ഭജരേ നന്ദബാലം. 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 ഇതാണ് പല്ലവി വരുന്നത്. ഓക്കെ, അനുപല്ലവി എങ്ങനെയാണ് വരുന്നത്? പല്ലവി നന്ദബാലം ഭജരേ നന്ദബാലം. അനുപല്ലവി തള്ളിയിട്ട് വൃന്ദാവനവാസ്. എവിടെയാ? വാസു എന്ന് പാടുമ്പോൾ നീ പദാന്ന് കേൾക്കും എന്നൊക്കെ പറയുന്നത്. അത് അങ്ങനെ നോക്കിയാൽ നമുക്കൊന്നും പാടാൻ പറ്റില്ല. വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം. വൃന്ദാവന വാസുദേവം.
ഒന്നാമത്തെ സംഗതി കിട്ടിയോ? വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന രണ്ടാമത് വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാലോലം ബാലം. വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാലോലം നമത ബാലം ഭജരേ നന്ദ ബാലം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാവന വാസുദേവം വൃന്ദാലോലം നമത ബാലം ഭജരേ നമത ബാലം. അനുപല്ലി മനസ്സിലായില്ലേ? അതിൻ്റെ ചരണം എങ്ങനെയാണ് വരുന്നത്? ചരണം തുടങ്ങുന്നത് മധ്യമകാലത്തിലാണ്. ജലജ സംഭവാദി വിനുത ശരണാരവിന്ദം ലളിതമോഹനകാര വദന നളിനാമിളിന്ദം ജലജ സമത്തിൽ ജലജ സംഭവാദി വിനുത ചരണാരവിന്ദം ലളിതമോഹനകാര വദന നളിനാമിളിന്ദം ഗോദാവരി തീരവാസം ഗോപികാകാമം ഗോദാവരി തീരവാസം ഗോപികാകാമം ആദിത്യവംശാപ്തി സോമം ഭദ്രാദ്രിരാമം നൃത്ത ബാലം ജലജ സംഭവാദി വിനുത ചരണാരവിന്ദം ലളിതമോഹനകാര വദന നളിനാമിളിന്ദം
गोदावरी तीरवासं गोपिकाकामं गोदावरी तीरवासं गोपिकाकामम् आदित्यवंशाब्दि सोमं भद्राद्रिरामं नन्त बालं भज रे नन्द बालं नन्द बालं भज रे नन्द बालम्.